യൂസ്ഡ് വാഹനം രംഗത്ത് നിലവിൽ നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങൾക്ക് ശക്തമായ ഇടപെടലുകൾ നടത്താമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ യൂസ്ഡ് വാഹനരംഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വാഹന പരിവർ RTO പ്രശ്നങ്ങൾ വകുപ്പ് മന്ത്രിയുമായി സംബന്ധിച്ച് ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കുമെന്ന് അദ്ദേഹം സംഘടനയ്ക്ക് ഉറപ്പു നൽകി. സംഘടനയിലെ ഉന്നത മാർക്ക് കരസ്ഥമാക്കിയ ഭാരവാഹികളുടെ മക്കൾക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് വിതരണവും മരണപ്പെട്ട അംഗത്തിന് നൽകുന്ന ജീവകാരുണ്യനിധി വിതരണവും അദ്ദേഹം നിർവഹിച്ചു. സ്വാഭാവികമായും ഈ രാജ്യത്തെ ജീവിത പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പലവിധത്തിലുള്ള തൊഴിലുകൾ ഉയർന്നു വരും. അതിൽപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് നിങ്ങൾ. വ്യത്യസ്തമായ ഒരുപാട് തൊഴിൽ മേഖലയുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് വാഹനങ്ങൾ വിൽക്കാനും വാങ്ങാനും അതിന് വേണ്ട ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനും അതിന്റെ കടലാസ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ അങ്ങനെ ഒരു സേവനം. ധാരാളം ആളുകൾ ഈ രംഗത്ത് അത് അവർക്കൊരു ഉപജീവനമാണ്. അതോടൊപ്പം ഇത് നമ്മുടെ സമൂഹത്തിലൊരു സൗകര്യവുമാണ്. ഞങ്ങളൊക്കെ പലപ്പോഴും അധികമൊന്നുമില്ലെങ്കിലും 1-2 തവണ നിലവിലുള്ള വണ്ടി മാറ്റി വേറൊരു വണ്ടി വാങ്ങാനൊക്കെ ഉള്ള സഹായം എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ പരസ്പരം ഒന്ന് ബാർഗെയിൻ ചെയ്യാനും അതിൻ്റെ ഇടയിലൊരു മധ്യസ്ഥ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ വണ്ടി വിൽപ്പനകളൊക്കെ നടക്കുന്നു. അപ്പൊ അതൊക്കെ നല്ല ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് നിങ്ങളുടെ ഈ തൊഴിൽ മേഖല. ഏത് തൊഴിൽ മേഖലയിൽ വന്ന പോലെ നമ്മൾ സംഘടിതരാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ സൗകര്യമാണ്. സർക്കാരിൽ നിന്നായാലും മറ്റ് മേഖലയിൽ നിന്നായാലും നമുക്ക് വേണ്ട ആനുകൂല്യങ്ങളും സൗകര്യങ്ങളൊക്കെ കിട്ടാനും അത് പ്രയോജനപ്പെടും. ഇവിടെ തന്നെ ചില കാര്യങ്ങൾ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഗതാഗത മന്ത്രിയുമായിട്ട് സംസാരിക്കാം. ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും വൈഷമ്യങ്ങൾ, എല്ലാ തൊഴിൽ മേഖലയും സമ്പന്നമാകണം, കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതാണ് നാടിന്റെ സംതൃപ്തി. പാലക്കാട് MLA രമേശ് പിഷാരടി സംഘടനയുടെ സ്ഥിരമായ മന്ദിരത്തിനുള്ള ധനശേഖരണാർത്ഥം അംഗങ്ങളുടെ ഇടയിൽ നടത്തിയ പ്രൈസ് കൂപ്പൺ നറുക്കെടുത്തു. യൂസ്ഡ് വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ച് മന്ത്രിക്ക് നിവേദനം നൽകി. തുടർന്ന് മാനദണ്ഡങ്ങൾ സർക്കാർ നടപ്പിൽ വരുത്തുക, നിലവിലെ വാഹൻ പരിവാർ പ്രശ്നം പരിഹരിക്കുക, യൂസ്ഡ് വ്യാപാരികൾക്കായി സംസ്ഥാനതല നോഡൽ ഓഫീസറെ നിയമിക്കുക എന്നിവ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മഞ്ഞക്കുളം പള്ളിക്ക് മുൻവശം നിന്നും ആരംഭിച്ച സമ്മേളന വിളംബര ജാഥ 10 മണിക്ക് സമ്മേളന നഗരിയിലെത്തി പതാക ഉയർത്തി പ്രാർത്ഥന, അനുസ്മരണം എന്നിവയ്ക്ക് ശേഷം ജില്ലാ പ്രസിഡന്റ് K ശിവദാസന്റെ അധ്യക്ഷതയിൽ സമ്മേളനം തുടങ്ങി. തമിഴ്നാട് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN ശിവകുമാറും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സിദ്ദിഖ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണവും സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അംബു രാജാക്കാട് സംഘടനാ വിശകലനം, സംഘടനയുടെ സാമ്പത്തിക വിശകലനം K ശ്രീജിത്തും നടത്തി. ഓൾ കേരള വർക്ക്ഷോപ്പ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് നിലവിലെ യൂസ്ഡ് വാഹന വ്യാപാരവും വർക്ക്ഷോപ്പ് മേഖലയും എന്ന വിഷയത്തെക്കുറിച്ച് സഭയെ ബോധ്യപ്പെടുത്തി. നിലവിലെ യൂസ്ഡ് വാഹന രംഗത്തെ ഓൺലൈൻ വ്യാപാരം എന്ന വിഷയങ്ങളെക്കുറിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് N മണികണ്ഠൻ വിശദീകരിക്കുകയും ജില്ലാ ഖജാൻജി സലീം മറ്റത്തൂർ, ജില്ലാ രക്ഷാധികാരി കാജ ഹുസൈൻ, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളായ ജാഫർ ഒറ്റപ്പാലം, ഫൈസൽ പട്ടാമ്പി എന്നിവർ ആശംസകൾ അറിയിക്കുകയും ഇതര സംസ്ഥാന, ജില്ലാ, താലൂക്ക് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ K വിജയൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.